ഭീകരവാദം ഇല്ലാതാക്കാൻ ശക്തമായ നടപടി വേണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കമല സദാനന്ദൻ. ജോയിന്റ് കൌൺസിലിന്റെ 56ാമത് വാർഷിക ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമല സദാനന്ദൻ. ജമ്മു കാശ്മീരിലെ ഭീകരരാൽ വധിക്കപ്പെട്ട 26 പേരെ നമ്മൾ ഓർമ്മിക്കുന്നു. അതിൽ നമ്മുടെ എറണാകുളത്തുകാരനായ രാമേന്ദ്രൻ ഉൾപ്പെടെ പെടുകയുണ്ടായി. ഭീകരവാദത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നമ്മുടെ ബഹുജന സംഘടനകളും എല്ലാം തന്നെ രംഗത്ത് വരേണ്ട സമയത്താണ് ജോയിന്റ് കൗൺസിലിന്റെ ഈ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി 2014 അധികാരത്തിൽ വരുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും നടപ്പിലാക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഭീകരതയും വർഗീയതയും രാജ്യത്തിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കമല സദാനന്ദൻ ആവശ്യപ്പെട്ടു. കശ്മീരിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങളെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർത്ത് പിടിക്കണമെന്നും കമല സദാനന്ദൻ പറഞ്ഞു. സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം പി.കെ. രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എസ്.കെ.എം. ബഷീർ സ്വാഗതം പറഞ്ഞു. സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തി. എ.വൈ.എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ. അരുൺ ഉപഹാര സമർപ്പണം നടത്തി. ബിന്ദു രാജൻ, പി.ടി. ബെന്നി, സി.എ. അനീഷ്, എം.എ. അനൂപ്, ഹുസൈൻ പതുമന, കെ.കെ. ശ്രീജേഷ്, ജി. അരുൺ, ഇ.പി. പ്രവിത, കൊച്ചു ത്രേസ്യ ജാൻസി, സാജു ഇ.പി., സന്ദീപാർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കോതമംഗലം നഗരത്തിൽ പ്രകടനവും നടന്നു. കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.